നമസ്കാരം. ഇന്നത്തെ ടൈറ്റില് എല്ലാവരും ശ്രദ്ധിച്ച് കാണുമല്ലോ. പലപ്പോഴും നാം പലരെയും പറയാറുണ്ട്, കൾച്ചർ ഇല്ലാത്തവനാണവൻ, അല്ലെങ്കിൽ അവൾ കൾച്ചർ ഇല്ലാത്തവളാണ്, കൾച്ചർലെസ് ഫെലോസ് എന്നൊക്കെ പറയാറുണ്ട്. UK കുമാരന്റെ എന്റെ അമ്മ മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ചെറുകഥ കഴിഞ്ഞ ദിവസം വായിക്കാനിടയായി. സോനു എന്ന ഒരു ചെറുപ്പക്കാരന്റെ ജീവിതകഥയാണ് അതിൽ പറയുന്നത്. രാഷ്ട്രീയക്കാരനായ ഒരു അപ്പനും ഡെപ്യൂട്ടി കളക്ടറായ അമ്മയ്ക്കുമുണ്ടായ ഏക മകനാണ് സോനു. സ്ഥലം മാറി ഒരു പുതിയ പ്രദേശത്തേക്ക് ഈ കുടുംബം താമസം ആരംഭിക്കുകയാണ്. ആ ഭവനത്തിന് അയൽക്കാരനായി താമസിക്കുന്ന ഒരു എഴുത്തുകാരനുമായി സോനു സൗഹൃദം സ്ഥാപിക്കുന്നു. എന്നാൽ അമ്മയ്ക്ക് ഈ സൗഹൃദം ഇഷ്ടപ്പെടാതെ ഒരു ദിവസം സോനുവിനെ ശകാരിച്ചുകൊണ്ട് പറയുകയാണ്, ഇങ്ങനെ കൾച്ചർലെസ് ആയ ആൾക്കാരുമായിട്ടാണോ നീ കൂട്ടുകൂടുന്നത്? എന്നാൽ ഈ ഡെപ്യൂട്ടി കളക്ടറായ അമ്മ ഈ എഴുത്തുകാരനെ വളരെ വൈകിയാണ് തിരിച്ചറിയുന്നത് എന്ന് കഥ വായിക്കുമ്പോൾ മനസ്സിലാക്കും. സോനുവും സ്വന്തം അമ്മയെ തിരിച്ചറിയാൻ വളരെ വൈകുന്നുണ്ട്. ഈ കഥ അവസാനിക്കുന്ന ഇങ്ങനെയാണ്. അമ്മ മരിച്ചു കഴിയുമ്പോൾ സോനു പറയുകയാണ്, എന്റെ അമ്മ പാപമായിരുന്നു, എന്റെ അമ്മ പാപമായിരുന്നു. നാം പലപ്പോഴും പലരെയും ബ്രാൻഡ് ചെയ്യാറുണ്ട്, ചില ടൈറ്റിലുകൾ കൊടുക്കാറുണ്ട്, കൾച്ചർ ഇല്ലാത്തവനാണ്, കൾച്ചർലെസ് ആണ് ഇവരൊക്കെ എന്ന്. എന്നാൽ ഉള്ളറിഞ്ഞിട്ടാണോ നമ്മളിത് പറയുന്നത്? പലപ്പോഴും അവരുടെ ബാഹ്യ പ്രകടനങ്ങൾ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ഇടപാടുകൾ കണ്ടുകൊണ്ടോ രീതികൾ കണ്ടുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കൾച്ചർ ഇല്ലാത്തവരാണ്. ഉള്ളറിഞ്ഞാൽ എല്ലാവരും പാവമാണ് എന്ന് തിരിച്ചറിയാം. അതുകൊണ്ട് ഉള്ളറിയാൻ ശ്രമിക്കാം. ഉള്ളറിയുന്ന മനസ്സുള്ളവരാകാം. അപ്രകാരം പുതിയ ഉൾക്കാഴ്ചകൾ നമുക്കുണ്ടാകാം. മനുഷ്യനെ മനസ്സിലാക്കാനുള്ള ഒരു പുതിയ ഉൾക്കാഴ്ച നമുക്ക് സൃഷ്ടിക്കാം. താങ്ക് യു.